ഹായ്. അപ്പോൾ ടി ജെ ഫാമിലിയിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എവിടെ വന്നാണ്? അപ്പോൾ നമ്മൾ സ്നേഹതീരത്ത് ഇങ്ങോട്ട് പോകുന്നുണ്ട്, കുറച്ച് ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്നുള്ള സ്ഥലത്താണ് ഇവിടെ ഉള്ളത്. നമ്മുടെ കൂടെ ഇന്നുള്ളത് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കും. അപ്പോൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ ബാക്കിയുള്ളവർ അവിടെ കളിക്കുന്നുണ്ടാ. അപ്പോൾ ഇവിടെ അന്നക്കുട്ടി ഉണ്ട്, രമ്യോടി ഉണ്ട്, പിന്നെ ദേ ദുർഗ ഇവിടെ കളി തുടങ്ങിട്ടാ. ധ്രുവക്കൂട്ടൻ ഇവിടെ കളി തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ധ്രുവക്കൂട്ടാ ഹായ് പറഞ്ഞേ. നിന്റെ മോൻ കാണാനില്ലേ, ശരിക്കും ക്ലിയർ ആവണില്ല. ഹായ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കടലിൽ വന്നോട് കൂടിയിട്ട് കടലിലേക്ക് വരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ് ഇവിടെ. ദച്ചിത് അവിടെ പാൻറ്റൊക്കെ ഇട്ട് വെച്ചിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള ഇതിലാണ്. ചേച്ചിയുടെ കൈ പിടിച്ചോട്ടാ. ദുർഗക്കുട്ടി അത്യാവശ്യത്തിന് നനഞ്ഞൂലേ? അതെ, ഓരോരുത്തരുടെ ഇത് നോക്കിയാ മതി. ചെലപ്പോ ദുർഗക്കുട്ടി നമ്മളിവിടെ ഇറങ്ങിയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് സ്വപ്ന തീരത്തുനിന്ന് നമ്മുടെ മറ്റേ ബീച്ച് റോഡ് തന്നെ സ്നേഹതീരം ആ റോഡ് വഴി തന്നെ ഇങ്ങോട്ട് പോരുക. മുന്നോട്ട് പോകുന്ന ഒരു കൂടിയൊന്നൊരു എല്ലാവരും സ്നേഹതീരത്ത് വന്ന് അവിടെ ഇറങ്ങിയിട്ടുള്ളൂ. ഈ സ്ഥലം അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്നാലും ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കും ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. വന്ന് വണ്ടി ഇപ്പൊ നമ്മുടെ വണ്ടി അവിടെ കിടക്കേണ്ടത്, അവിടെ വണ്ടി എടുക്കേണ്ടത് കിടക്കണ വണ്ടി. അപ്പോൾ ഈ വൈറ്റ് വണ്ടി. അപ്പോൾ വണ്ടി അവിടെ ഇട്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ ഇത്ര അടുത്താണ്. അപ്പം ഇറങ്ങാനൊക്കെ അടിപൊളിയാണ് ഇവിടെ. അപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ ഈ സ്ഥലം. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അതെ, തിരയുടെ ശക്തി ചിലപ്പോൾ കുറച്ച് കൂടുട്ടോ ഇനി വൈകുന്നേരം ആവും തോറും. ഇപ്പൊ വല്ലാണ്ട് ഇറങ്ങണ്ട. അതെന്താണെന്നറിയോ? റിട്ടേൺ വലിക്കുവേ. റിട്ടേൺ വരുമ്പോഴേ ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ സ്ഥലം. ഇപ്പൊ ഈ സൈഡ് കണ്ടില്ലേ? അതേപോലെ തന്നെ ഞാനിത് ഇവിടെ ഫാമിലീസ് വന്നിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യത്തിന് ഫാമിലീസ് ഇവിടെ ഉണ്ട്. ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാട്ടാ ഓഹോ ബീച്ച് വരണത്. അത് ഞാൻ കാണിച്ചു തരാട്ടാ. അത് സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ ഓഹോ ബീച്ചിൽ ഇറങ്ങുന്ന ആൾക്കാരാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ആൾക്കാരൊക്കെ ഓഹോ ബീച്ചിൽ നിന്ന് അവിടുന്ന് ഇറങ്ങുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളപ്പോൾ അതിന് പകരം നേരെ പിടിക്ക് പോന്നു. ഇവിടെ അത്യാവശ്യത്തിന് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം ഓഹോ ബീച്ചിലേക്ക് പോകുന്നിരിച്ചു. അവിടെ ശരിക്കും പോവുകയാണെങ്കിൽ എന്താ പറയുക, ഒരു 6:30-7 മണിക്കാകുമ്പോൾ പോയി കഴിഞ്ഞാൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ പരമാവധി ഇവിടെ എൻജോയ് ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്നിരിച്ചു. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കോഴിക്കുട്ടി ഇവിടെ കളിക്കേണ്ടത്, ദുർഗക്കുട്ടി ഇവിടെ കളിക്കേണ്ടത്, ധ്രുവക്കുട്ടനുണ്ട് ഇവിടെ. അതിന് ഇനി വൈകുന്നേരം ആവും തോറും തിരയുടെ ഇത് കൂടും. കുഞ്ഞു കുട്ടികള് ശരിക്കും ഇങ്ങനെ വരുമ്പോണ്ടല്ലോ നമ്മൾ പ്രായം മറക്കുക, എൻജോയ് ചെയ്യുക. കളിച്ചോളൂ. ഞാനിന്ന് വീഡിയോ എടുക്കണ കാരണം ഞാൻ ഇറങ്ങണില്ല. നിങ്ങൾ എൻജോയ് ചെയ്തോ. ഇവിടെ എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തോണ്ടിരിക്കാണ്ട. ദുർഗക്കുട്ടി അവിടെ എന്തോ ഭാരി ചെയ്യുന്നുണ്ട്. പിന്നെ തിര വരണനുസരിച്ച് ഇവര് ഓടിക്കളിക്കുന്നുണ്ട്.
സംഭവം എത്ര കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വന്ന് എൻജോയ് ചെയ്യുമ്പോൾ അത് മനസ്സിനൊരു കുളിർമയുള്ള സംഭവമാണ്. എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവർക്ക് എല്ലാവർക്കും വന്ന് ഇറങ്ങി കളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. സ്നേഹതീരത്തിനേക്കാളും ഒന്നുകൂടെ ബെറ്ററായിട്ട് തോന്നി. അപ്പോൾ എന്തായാലും എല്ലാവരും ഇവിടെ നിന്ന് വന്ന് നോക്കിട്ടാ. ഓഹോ ബീച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് ഒരു വളവ് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോന്നു കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങാൻ പറ്റും. വണ്ടിയും സൈഡ് ഒതുക്കി സുഖമായിട്ട് എല്ലാവർക്കും ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ പേടിക്കാനും ഇല്ല. അങ്ങനെ സ്ലോപ്പായിട്ടാണ് കിടക്കുന്നത്. ായാലോ ഇവരെ ഒരു ആഗ്രഹം സ്ലോ മോഷനിൽ ഒരു പാട്ട് വെച്ച് ഓടണം. എന്നാൽ അതാവട്ടെ. അങ്ങനെ ഞങ്ങളിങ്ങനെ നല്ല രസത്തിൽ അടിച്ചു പൊളിച്ചു. പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും ഞാനൊരു രമ്യേച്ചിയായിരുന്നു കേട്ടോ. ഭയങ്കര ഹാപ്പി. കാരണം ഞങ്ങൾക്കിത് എന്തോ ഭയങ്കര ഒരു എന്താ എങ്ങനെയും പറയാമെന്നറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കണ്ണേട്ടൻ്റെ കൂടെ പോയപ്പോൾ ഞാൻ പിള്ളേർ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ കളിച്ചു, നമ്മളവരെ നോക്കാനും പിടിക്കാനൊക്കെ നിന്നു. പക്ഷേ ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞാൻ സാധാരണ ഇത്രയ്ക്കൊന്നും നനയാറ് പോലും ഇല്ല, വെറുതെ കാല് നനയ്ക്കാറുള്ളൂ. പക്ഷെ ഞാൻ രമ്യേച്ചിയും ഭയങ്കര ഹാപ്പിയായിരുന്നു. ചേച്ചിയും പറഞ്ഞു ട്രിപ്പ് കഴിഞ്ഞപ്പോൾ നല്ലൊരു ട്രിപ്പായിരുന്നു, അടിപൊളിയായിരുന്നു. ഭയങ്കര ഒരു ഇത് നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷം നമ്മളൊരു കുട്ടിയായ പോലെ ഉള്ളൊരിതും അങ്ങനെ കേട്ടാ. ഭയങ്കര രസമായിരുന്നു. പിന്നെ നമ്മുടേതായൊരു ടൈമും നമ്മുടേതായൊരു ഇതുമായിരുന്നു, ഒരു വേൾഡായിരുന്നു. വേറെ അധികം ശല്യമൊന്നുമില്ല, നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങൾ അങ്ങനെ. അതുപോലെ നല്ല രസമായിരുന്നു. വെള്ളവും എല്ലാവരും നിന്ന് അടിച്ചു പൊളിച്ചുട്ടാ. നല്ലൊരു ട്രിപ്പായിരുന്നു. ഇന്നതാ ഇവരിവിടെ അടിച്ചു പൊളിച്ചോണ്ടിരിക്കുക കേട്ടാ. എന്തൊരു കൂട്ടിനോടെ ഒന്ന് കളിക്കുന്നുണ്ട്. രമ്യയും ഇന്ന് തെച്ചും അത്യാവശ്യം നന്നായിട്ട് നനഞ്ഞുണ്ട്. പിള്ളേർ കൂടെ ഇറങ്ങി. ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ പിള്ളേരെക്കാളും ബെസ്റ്റായിട്ട് കളിക്കണത് ഇവർ രണ്ടുപേരായിരുന്നു. പിന്നെ എന്നോട് പറഞ്ഞു എന്നാൽ കണ്ടിട്ട് കുറച്ച് നേരം കുട്ടികളുടെ കൂടെയൊക്കെ നിൽക്ക്, ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ വേഗം മൊബൈലൊക്കെ മേടിച്ച് വാങ്ങി. ഞാനും കുറച്ച് നേരം ഇറങ്ങി. പക്ഷേ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാനല്ല എൻജോയ് ചെയ്തത്. എനിക്ക് എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഇവരെ എൻജോയ് ചെയ്യുന്നത് കണ്ടിട്ടായിരുന്നു. പിന്നെ ദുർഗേനെ കൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ദുർഗ പിന്നെ ആ സൈഡിൽ നിന്ന് കളിക്കേണ്ടായിരുന്നു. അവൾ വെള്ളത്തിലേക്ക് അത് ഇറങ്ങണ്ടായിരുന്നില്ല. ഇറങ്ങിയ ഫസ്റ്റ് ടൈം തന്നെ അവളുടെ മുഖത്തേക്ക് വെള്ളം അടിച്ചു. അപ്പോൾ കണ്ണിലേക്കൊക്കെ വെള്ളം പോയപ്പോൾ ഉപ്പ് നീട്ടുണ്ടാവുമല്ലോ, ഉപ്പിൻ്റെ ഇതായ കാരണം. അപ്പോൾ അതോടുകൂടി പിന്നെ കുട്ടി അധികം വെള്ളത്തിലേക്ക് ഇറങ്ങാതെ നിന്നുണ്ടായിരുന്നു. അത് കാരണം പിന്നെ ആ ഭാഗം അത്ര ശ്രദ്ധിക്കേണ്ടതില്ല, ഇടയ്ക്കിടയ്ക്ക് നോക്കണ്ടേ വന്നുള്ളൂ. പക്ഷേ മറ്റുള്ള എല്ലാവരും അടിച്ച് പൊളിക്കായിരുന്നു കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ കൂടുതൽ എൻജോയ് ചെയ്ത് ഇവരെ എൻജോയ്മെൻറ്റ് ഉണ്ട് കേട്ടോ. കാരണം ദച്ചുവിന് രമ്യനെ ഞാൻ നോക്കിയപ്പോൾ രണ്ടുപേരും ഫുൾ മറന്ന്, അതായത് ശരിക്കും പറഞ്ഞാൽ അവർ കടലിലാണ് അല്ലെങ്കിൽ വേറെ ലോകത്തുള്ള പോലെയായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് അവരൊന്ന് പറയുമ്പോഴാണ് അവർ ഒരു ലെവലിലേക്ക് വരുന്നത്. സാധാരണ ഇവർക്ക് വരുമ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞു ഇങ്ങനെ വന്നു കഴിയുമ്പോൾ. കഴിഞ്ഞ പ്രാവശ്യം തെച്ചു വന്നിട്ടും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അതായത് കുട്ടികളെ പിടിക്കുക, അല്ലെങ്കിൽ വെള്ളത്തിൽ അത് ഇറങ്ങില്ല, കുട്ടികളെ ഇറങ്ങി പോകുമ്പോൾ ഒന്ന് പിടിക്കണു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പരിധിയിലുള്ള പോലെയായിരുന്നു എല്ലാത്തിനും. ഇപ്രാവശ്യം ഞാൻ എൻജോയ് ചെയ്തിട്ട് ഞാനും അധികം മൈൻഡ് ചെയ്യാൻ പോയില്ല. അങ്ങനെ ഇറങ്ങരുത് ഇങ്ങനെ ഇറങ്ങരുത് ഒന്നും ഞാൻ പറയാൻ പോയില്ല. അതുകൊണ്ട് തന്നെ അവർ അടിച്ചു പൊളിച്ചു. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? അതെ. രമ്യ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു അല്ലേ? അന്നൂട്ടി ഇഷ്ടമായില്ലേ? അപ്പോൾ ഇവർക്ക് ഇവിടെ ഒയ്കുട്ടി എങ്ങനെയുണ്ടായിരുന്നു? പറയ്. രൂപക്കുട്ട എങ്ങനെയുണ്ടായിരുന്നുടാ? ഒയ് എങ്ങനെയുണ്ടായിരുന്നു? ദുർഗക്കുട്ടി എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. അവള് ചിലപ്പോൾ മണ്ണെടുത്തെറിയും. അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാവരും അടിച്ചു പൊളിച്ചുകൂടെ. കുറേ റീൽസിനുള്ള കുറച്ച് വീഡിയോസ് എടുത്ത് നമ്മൾ പിന്നെ ഇവിടെ എല്ലാവരും കൂടിയിട്ട് വെള്ളത്തിലൊക്കെ കയറി അടിപൊളിയായിട്ട് ആഘോഷിച്ചു. എന്താ പറയുക, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ വന്നിട്ട്. അപ്പം ഞങ്ങളിനി ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഓഹോ ബീച്ച് ഉണ്ട്.
അപ്പോൾ അവിടെ എവിടെയും കയറാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇപ്പം തന്നെ ഇപ്പം സമയം എത്രയായി? 6 മണി കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. സമയം നോക്കാം. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നമ്മളിനി അടുത്ത എവിടേക്ക് പോകണേ? ഓഹോ ബീച്ചിലേക്ക് പോവാണ് കേട്ടോ. ഈ ഞങ്ങൾ എൻജോയ് ചെയ്ത സ്ഥലം കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഓഹോ ബീച്ചിൻ്റെ തൊട്ടിപ്പുറത്ത് കണ്ടില്ല, ഇപ്പോഴും ആൾക്കാരുണ്ട് കേട്ടോ. അടിപൊളിയാണ് ശരിക്കും. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. കുട്ടികളാണ് കേട്ടോ കൂടുതലും എൻജോയ് ചെയ്തുള്ളത്. ഇപ്പോൾ ക്ലൈമറ്റ് നോക്കിയേ, അടിപൊളിയാണ് കാണാൻ. ഇപ്പോൾ തിരയുടെ ശക്തിയൊക്കെ കൂടി തുടങ്ങി. അപ്പം ഇനിയിപ്പോൾ പിള്ളേരൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യിക്കണം. എല്ലാവരുടെ മേലും നനഞ്ഞുണ്ട്. അതുപോലെ നിറച്ച് മണലൊക്കെയാണ് എല്ലാവരും മേത്ത്. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ ഓഹോ ബീച്ചിലൊന്ന് കയറിയിട്ട് നേരെ വീട്ടിലേക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓഹോ ബീച്ചിലെത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എവിടെ എത്തി? അപ്പോൾ അതേ ഓഹോ ബീച്ചിൽ നമ്മൾ എത്തിയിട്ടാ. അപ്പോൾ ഇനി ഇവിടെ നമ്മളെന്താ വെള്ളത്തിൽ കളിച്ച കാരണം പ്രത്യേക വിശപ്പാണ്. സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട്, പിള്ളേർക്ക് ഇഷ്ടം ഐസ്ക്രീമാണ്. അപ്പോൾ നമുക്ക് എന്നാ അങ്ങോട്ട് പോവാം. ഐസ്ക്രീം കഴിക്കണമെങ്കിൽ പോയാലോ? ആദ്യം അവിടെ എന്താ സംഭവം എന്നൊക്കെ നോക്കിയിട്ട് വരാം. അപ്പോൾ നേരെ എല്ലാവരും കൂടെ നടന്നോ. അങ്ങനെ ദുർഗൂട്ടി നമ്മളിതേ ഓഹോ ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്. അവരിതാ അവിടെ നടന്നു വരുന്നുണ്ട്. ഇവിടെ ഇതേ കുറേ ആൾക്കാർ ഇവിടെ കുളിക്കണൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വെളിച്ചമുണ്ട് ഇവിടെ. അവിടേക്ക് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തേ. അവിടേക്ക് ഇതേ ലൈറ്റൊക്കെ 2 സൈഡിലേക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ഇതേ ഇവിടെ കുളിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവിടെ. വെള്ളത്തിലിറങ്ങി കുളിക്കണൊക്കെ ഉണ്ട് ഈ നേരാണെങ്കിലും. ഇത് കടൽ വെള്ളമല്ല അല്ലേ? കടലും ഫ്രഷ് വാട്ടറും കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. നല്ല രസമാണ്. ഇപ്പുറത്ത് കടലും ഇപ്പുറത്ത് ഫ്രഷ് വാട്ടറും കൂടെ ജോയിൻ ചെയ്യുന്ന പ്ലേസ് ആണ്. ഓക്കെ. സമയം കിട്ടില്ല. അവിടെ ഫുള്ള് ക്യാമറ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവിടെ വെള്ളത്തിലെ ആൾക്കാർ എല്ലാവരും ഇറങ്ങി കളിക്കണതൊക്കെ അല്ലേ. ഇപ്പം എന്തെങ്കിലും സംഭവിച്ചാൽ അറിയണ്ടേ. ഇനി അവിടെ ഒരു പാലം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാം മൊത്തം കറങ്ങല്ലേ. ഓഹോ ബീച്ചിൻ്റെ അവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് വന്നിട്ട് ദുർഗക്കുട്ടിക്ക് ഐസ്ക്രീം വാങ്ങി കൊടുത്തു. ബാക്കിയുള്ളവർക്കൊക്കെ സ്പൈറൽ പൊട്ടറ്റവും വാങ്ങി. പക്ഷെ ഫൺ പാർക്കിൻ്റെ ഉള്ളിലൊന്നും കയറിയില്ല കേട്ടോ. അവിടെ ഭയങ്കര എക്സ്പെൻസീവുമാണ്. പിന്നെ ആർക്കും അതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല. അപ്പം പിന്നെ അവിടെ നിന്ന് അത് ഐസ്ക്രീമൊക്കെ കഴിച്ച് ദുർഗക്കുട്ടിക്ക് ഐസ്ക്രീം വാങ്ങി കൊടുത്തു. പിന്നെ അനന്യക്കുട്ടിക്ക് അൻവികക്കുട്ടിക്കും വേണ്ട പറഞ്ഞു. അത് കാരണം കൊണ്ട് അവർക്ക് സ്പൈറൽ പൊട്ടറ്റോ മാത്രം വാങ്ങി കൊടുത്തിട്ട് ഞങ്ങളുടെ ട്രിപ്പ് അവസാനിപ്പിച്ചു. അപ്പോൾ ടാറ്റാ.